ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ അച്ഛനമ്മേൻ്റെ കൂടെ പുറത്ത് പോവുക. അതിന് മുന്നേ ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വെള്ളം എടുക്കണം. ഇതൊക്കെ എന്താ ഇത്? വെള്ളം എടുത്ത് ഇവിടെ വരുമ്പോൾ പ്ലേറ്റിൽ ചിക്കൻ ഫ്രൈയുടെ അടിയിൽ ചപ്പാത്തി. എസ്തെറ്റിക് അല്ലെങ്കിലും ഇതിലേക്കോ പത്രങ്ങളും. അയ്യോ, അപ്പോൾ ചപ്പാത്തിയുടെ അടുത്ത് ചിക്കൻ ഫ്രൈ വെച്ചിട്ട് കഴിച്ചിട്ട് വരാം. തൈര് എടുക്കാൻ മറന്നു. വേറെ കടല. അയ്യോ അപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കാം. ഞാൻ കടലെടുത്തിട്ട് ചിക്കൻ ഫ്രൈ എടുത്തിട്ട് ചപ്പാത്തി പിച്ച് ചെയ്ത് ശരിയായില്ല. അമ്മ ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് ടേസ്റ്റ് നല്ലോണം അറിയാം. സോ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇറങ്ങാൻ പോവാ. ഞാൻ ചെരുപ്പെടുത്തു, പൂട്ടിയിട്ട് ഇറങ്ങണം. ആണ് ഗേറ്റ്. മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ ഗേറ്റ് അടയ്ക്കല്ലേ. വണ്ടി കയറിയിട്ട് വരാം. 2 hours later. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. ഉമ്മയും അപ്പയും വേറെ പോയി. കാരണം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ക്യാമറ വരണോ വേണ്ടേന്ന്. അപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ആൾക്കാരില്ലാത്ത സ്ഥലത്തൂടെ നടക്കുന്നത്. കാരണം ആൾക്കാരുള്ള സ്ഥലത്തൂടെ എടുക്കാൻ നോക്കി, പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം സോഷ്യൽ ആങ്സൈറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇച്ചിരി ആൾക്കാർ കുറഞ്ഞ സ്ഥലത്തൂടെ നടക്കുക. അത് റെഡിയാക്കി എടുക്കും. ഇപ്പം നടന്ന് ഇച്ചിരി ദൂരെ നടക്കുക. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് റെഡിയാക്കി എടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ പറ്റും. പിന്നെ ഈ ക്യാമറ ദൂരോട്ട് പിടിക്കുമ്പം ആണ് എൻ്റെ ഫ്രെയിം വരുന്നത്. ഞാൻ ഉറക്കെ സംസാരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്കില്ല അല്ലാതെ. അപ്പം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം കുറേ നല്ല വീഡിയോൻ്റെ അത് വന്നതാണ്. കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു വട്ടം ഞാനിത് ഓൾറെഡി എടുത്തതാണ്. അപ്പോൾ അതെടുത്തപ്പോൾ ശരിയായില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ട് എടുക്കുന്നത്. ഇനി വാഷ്റൂമിൽ പോകണം. വാഷ്റൂമിൽ പോയിട്ട് ചുമ്മാ കറങ്ങാം. അപ്പോൾ അവരേതോ കടയിലുണ്ട്. എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം വാഷ്റൂമിൽ പോയിട്ട് വരാം. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് വന്നു. ഞാൻ വീണ്ടും നടക്കുക. ഇനി ഏതെങ്കിലും കട കയറണം. എനിക്ക് തുണിക്കട വലിയ താല്പര്യമില്ല. തുണിക്കട ബോറാണ്. തുണി എടുക്കാൻ ആവശ്യമുള്ളപ്പോൾ തുണി കട കയറിയപ്പോൾ, അല്ലാതെ വെറുതെ തുണിക്കടയിൽ കയറി സമയം കളഞ്ഞ് ഓരോന്നെടുത്ത് നോക്കി വില കണ്ട് ഞെട്ടി
ഒരു കാര്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാരെ തന്നെ നോക്കുന്നു, അപ്പം ഞാനും അവരെ നോക്കി പേടിപ്പിക്കണ്ടേ. ഇപ്പം സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇനി നമ്മൾ മുകളിലോട്ട് പോയി നോക്കാം. മുകളിൽ ഇലക്ട്രോണിക് സ്റ്റോറുണ്ട്, അതേപോലെ അഡിഡാസ് ഉണ്ട്, ബുക്ക് സ്റ്റോറുണ്ട്. ഇവിടേക്കാണ് ഞാൻ സാധാരണ കയറുന്നത്. അപ്പം കയറി നോക്കിയിട്ട് വരാം. എവിടെ പോവാ നോക്കാം. മിക്കവാറും ഇലക്ട്രോണിക് സ്റ്റോറിലായിരിക്കും. സ്റ്റോറിൽ പോയി നോക്കിയിട്ട് വരാം. അവിടെ എസ്കലേറ്റർ കയറി വന്നപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വ്ളോഗ് അവിടെ വെച്ച് കട്ട് ചെയ്തു. കാരണം സോഷ്യൽ ആങ്സൈറ്റി റെഡി ആയിട്ടില്ല. അപ്പം ആൾക്കാർ കുറവുള്ള സ്ഥലത്തൂടെ നടക്കുക. ഇപ്പം എന്താ ക്രോക്സിൻ്റെ അവിടെ എത്തി. ക്രോക്സിൻ്റെ അവിടെ ആൾക്കാരുണ്ട്. നോക്കാം. ക്രോക്സ് ഇവിടെ നിന്ന് എടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. കാരണം ഓൺലൈനിൽ ഇതിൻ്റെ ഒരു 3/4 എമൗണ്ട് വരുന്നു. ഫ്ലെമിംഗോ കൊള്ളാം, നല്ല കാണാം. പിന്നെ ഒരിക്കൽ കയറാം. പിന്നെ എന്താ പറയുക, പിന്നെ ഈ ഒരു സ്ഥലത്ത് ഇച്ചിരി ആൾക്കാർ കുറവാണ്. ഞാൻ ഈ ആൾക്കാരെ പറ്റിയാണ് കൂടുതലും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരേ ഉള്ളൂ മൊത്തത്തിൽ എല്ലായിടത്തും. അപ്പം ഈ സ്പോട്ടിലാണിപ്പോൾ ഉള്ളത്. ആൻഡ് ആഡിഡാസിൽ ചുമ്മാ കയറി നോക്കാം. അവിടെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. പ്രശ്നമാണ്. നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാം. ഞാനിവിടെ വന്ന് ഇരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ നടന്ന് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് പരിപാടി നടക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം ഈ വ്ളോഗ് ചുമ്മാ മണ്ണിൻ്റെ മണമുള്ള വ്ളോഗ് മാത്രമേ ആവുന്നുള്ളൂ. വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുക, ഓരോ നോക്കുക. എനിക്ക് സത്യം ഈ പരിപാടി എങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നതിന് ഒരു പിടിയില്ല. സത്യത്തിൽ കണ്ടന്റ് ക്ഷാമമാണ്. പക്ഷേ ചുമ്മാ വ്ളോഗ് ചെയ്ത് നോക്കുക. പിന്നീട് കണ്ടന്റ് റെഡി ആവും ഗൈസ്. അതുവരെ ഇതേപോലെ ഇങ്ങനെ സംസാരിച്ചും മിണ്ടിയും പറഞ്ഞും ഇരിക്കാം. കടകളിൽ കയറിയാൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ബ്ലിങ്ക് ആവും. അപ്പോൾ ഇവിടേക്ക് ഇരുന്ന ക്യാമറ യൂസ് ചെയ്യുന്നതിന് പ്രശ്നം കാണില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു സെക്യൂരിറ്റി എന്നെ നല്ലോണം നോക്കിയാൽ എന്താണ് ഉദ്ദേശം. പിന്നെ ഞാൻ ഈ ഫോൺ തിരിച്ചാണ് പിടിച്ചേക്കുന്നത്, അതായത് ബാക്ക് ക്യാമറ വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണാം. പക്ഷെ എനിക്ക് കാണത്തില്ല. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഫ്രെയിമിങ്ങോ അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് ക്ലിയറായിട്ട് കേൾക്കുന്നില്ലെങ്കിൽ റെഡിയാക്കാം. ഫണ്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മൈക്ക് എടുത്തേനെ. ഫണ്ടായിട്ടില്ല. എല്ലാ ദിവസവും വീഡിയോസ് ഇടണമെന്നുണ്ട്. പക്ഷേ വീഡിയോസ് ഇടുമ്പം അതിൽ പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും, ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ വേണം. പക്ഷേ അതൊന്നും പ്രത്യേകിച്ച് നടക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലല്ല എൻ്റെ. അത് ആവും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറ്റണമല്ലോ. പിന്നെ ഈ വീഡിയോ കാണാൻ ഇപ്പം 10 പേരോ 15 പേരോ ആയിരിക്കും ഉണ്ടാവുക. ഭാവിയിൽ റെഡിയാകും തോന്നും. ഞാൻ ഈ ലൂലു തുടങ്ങിയ സമയത്ത് ആ ഒരു ടൈമിൽ ഒരു വട്ടം ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2022 ആ ടൈം.
അന്നൊക്കെ ലൂലു ഫസ്റ്റ് ടൈം പോകുന്ന വ്ളോഗ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചാനലിലൊരു 2 റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ മതിയാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഫുൾ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ റൂമിലായിരുന്നു വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ അകത്ത് നല്ല മുഴക്കം ഉണ്ടായിരുന്നു. അതേപോലെ ഞാൻ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം ഇങ്ങനെ വീണ്ടും വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാനിങ്ങനെ വന്ന് സംസാരിക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് കാണുമായിരിക്കും, പിന്നെ വേറെ ആരെങ്കിലും റാൻഡംലി അറിയാതെ വീഡിയോയിൽ അറിയാതെ കയറിപ്പോയി വരുന്ന ആൾക്കാരാരെങ്കിലും കാണും. അപ്പം അതൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെ. പിന്നീട് അങ്ങോട്ട് ആൾക്കാർ കാണുമോ ഇല്ലയെന്നൊന്നും ഉറപ്പില്ല. പക്ഷേ ഒരു രസമായിട്ട്, അതായത് വെറുതെ ഈ സമയം പോകുന്നതും ദിവസങ്ങൾ പോകുന്നതിന് കൂടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പം ക്യാമറയിൽ വരും. ഞാൻ ക്യാമറ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എടുക്കാതെ പോയാൽ കണ്ടൻറ്റ് പോയി. അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ വീഡിയോ വരും. അപ്പോൾ ഇന്ന് വന്നിട്ട് തോന്നും 11 dopo. അതിൽ കയറണമെന്നുണ്ട്, പക്ഷേ അതും ഒരു കോമഡിയാണ്. വണ്ടർലയിലെ റോളർ കോസ്റ്റർ പോലെ ആവുക. അതിൻ്റെ മെമ്മറീസൊക്കെ നൈസാണ്. കോളേജ് ടൂർ വഴി വണ്ടർലയിൽ പോയപ്പം അതിൽ കയറിയതും ഫണ്ണായിരുന്നു. അതുവരെ ഒന്നിനും കയറിയിട്ടില്ല. ആദ്യമായിട്ട് ഇതേപോലെ റോളർ കോസ്റ്ററിനകത്തും ബാക്കിയുള്ള സാധനത്തിനകത്തൊക്കെ കയറി എല്ലാം ഒരു ഒറ്റയടിക്ക് ലെവലിൽ കയറി. ഇവിടെ നിന്നിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ മണ്ടയിലോട്ട് കാണും, അതുകൊണ്ടാണ് ഞാൻ അത്ര ആക്കിയത്. എന്തെങ്കിലും ഒരു സമയത്ത് അതിൻ്റെ മണ്ടയിൽ പോകുന്ന എക്സ്പീരിയൻസസ് കാണും, അപ്പം ഞാൻ ഇങ്ങനെ ആക്കാം. പിന്നെ കോളേജ് ലൈഫ് തുടങ്ങിയപ്പം ഇതേപോലെ വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ ഒരു അഡ്മിഷൻ ടൈമിൻ്റെ അകത്ത് വ്ളോഗ് ചെയ്യാൻ തുടങ്ങി. കോളേജ് ലൈഫ് ഫുൾ ഇതേപോലെ യൂട്യൂബിൻ്റെ അകത്ത് ചെയ്താൽ ആരെങ്കിലുമൊക്കെ കാണും എന്ന് തോന്നി. പക്ഷേ അപ്പോഴും സോഷ്യൽ ആങ്സൈറ്റി ഒരു വില്ലനായിട്ടാണ് വന്നത്. അന്ന് കോളേജിലേക്ക് വരുമ്പം എൻ്റെ സ്കൂളിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെയും കൊണ്ട് ഞാൻ ആ കോളേജിൽ പോയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക് ആ കോളേജിൽ പോയത്. അപ്പം അവിടെ വന്ന ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ ഫ്രണ്ട് ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ആയിട്ട് ഫ്രണ്ട്സ് ആവാൻ ടൈം എടുത്തു. പിന്നെ ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റിയുടെ കാര്യം കാരണം വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ ഇവനെന്തോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോന്നുന്ന ആൾക്കാർ കാണുമല്ലോ. എന്തായാലും കോളേജിലായാലും കുറേ ആൾക്കാരുള്ളത് കൊണ്ട് എന്തായാലും 1-2 പേർക്കെങ്കിലും അങ്ങനെ തോന്നും. അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ടൂർ പോയപ്പോഴും എടുക്കണമെന്നുണ്ടായിരുന്നു, കാരണം ടൂറ് അടിപൊളിയായിരുന്നു. ആ കോളേജിൻ്റെ അഡ്മിഷൻ മുതൽ ടൂറിൻ്റെ സമയം വരെ കുറേ കാര്യങ്ങളൊക്കെ നടന്ന് ഫ്രണ്ട്സ് ഉണ്ടായി. അവരൊക്കെ ഇപ്പം പല സ്ഥലത്തായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് കാണുന്നുണ്ടറിയാം, ആ ഫ്രണ്ട്സൊക്കെ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഹായ്, കുറേ മെമ്മറീസ് ഉണ്ട്, കുറേ സന്തോഷമുണ്ട്, കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്, കുറേ സ്ഥലത്ത് പോയ കാര്യങ്ങളുണ്ട്, പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുവിധം നല്ല രസമായിരുന്നു. അപ്പം
ഇപ്പം ഒരു ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് അവിടെ എത്തിയപ്പോൾ ഈ ടേണിംഗ് പോയിന്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഈ ടേണിംഗ് പോയിന്റ് എടുത്താൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഈ വ്ളോഗ്സ് എല്ലാം സാധാരണ നിങ്ങൾ കാണുന്ന പോലെ ജിൽ ജിൽ മ്യൂസിക്കും അതേപോലെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്ന വ്ളോഗ്സൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ ഇതേപോലെ ലുലു വരുന്നതും അതേപോലെ ചായ കുടിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ വല്ല മഴ നനയുന്നതും അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ജസ്റ്റ് ഡോക്യുമെൻറ്റിങ് മൈ ലൈഫ്. അങ്ങനെ ഒരു മണ്ണിൻ്റെ മണമുള്ള വ്ളോഗ്സ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ ആൾക്കാർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. അതും എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ അവരെ ഫേസ് ചെയ്യണം. അപ്പോൾ അവർ ഫോണിലോട്ട് നോക്കിയിട്ട് ഇതെന്താ എന്നെ തന്നെയാണോ ഞാൻ എടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ വാട്ട് എവർ ഇസ് ഗോയിങ് ടു ഹാപ്പൻ, എന്ത് സംഭവിച്ചാലും അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്നുണ്ട്. കാരണം ഈ ഒരു ടൈമിൽ എൻ്റെ ഒരു 20 വർഷത്തെ ലൈഫ് ടൈമിൽ നടന്ന കാര്യങ്ങളെ പോലെ ആയിരിക്കത്തില്ല ഇനി അങ്ങോട്ട് നടക്കുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കൂൾ ലൈഫിലും എൻ്റെ കോളേജ് ലൈഫിലും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരേപോലെ ആയിരുന്നു. പ്രത്യേകിച്ച് വലിയ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. എനിക്ക് ഒരു ജിൽ ജിൽ വാവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനി നടക്കും തോന്നുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കണം, ഓരോ സ്ഥലത്ത് പോകണം, ഓരോ കാര്യങ്ങൾ പഠിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം അതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുമ്പം എന്തായാലും കണ്ടൻ്റ് ആവും. അതുവരെ ഇതേപോലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം, ആൾക്കാർ നോക്കുന്ന ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴെങ്കിലും അത് റെഡിയാക്കും. ഈ ആൾക്കാർ നോക്കുന്ന എനിക്ക് ബോധേഡാവുന്ന ഒരു സ്റ്റേജ് മാറിക്കിട്ടുമ്പം കുറച്ചും കൂടെ റെഡിയാവും. പക്ഷെ അതിനു വേണ്ടി ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് കണ്ടൻറ് ഇല്ലെങ്കിലും കാര്യങ്ങൾ ചുമ്മാ പറയാനാണെങ്കിലും ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പം റെഡിയാവണം. കാരണം അങ്ങനെയാണല്ലോ എല്ലാം നമ്മൾ എല്ലാത്തിനോടുള്ള പേടികൾ അങ്ങനെ മാറ്റുന്നത്. നമ്മൾ ആ പേടിയെ ഫേസ് ചെയ്യുക, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ക്ലിക്കാവും. അതുവരെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ വ്ളോഗിലിപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യവും ഞാൻ കട്ട് ചെയ്ത് ഇടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ മാക്സിമം ഞാൻ കട്ട് കുറച്ചാണ് ചെയ്യാൻ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സിസ്റ്റമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിനെക്കാട്ടിയും അതിലുപരി എനിക്ക് ഇച്ചിരി കൂടെ ഒന്ന് റോ ആയിട്ടുള്ള വ്ളോഗ്സ് ചെയ്യണമെന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഇതേപോലെ ലോങ് ആയിട്ട് ടേക്കും, പ്രത്യേകിച്ച് പാട്ടോ ബഹളമോ അങ്ങനെയൊന്നും കാണത്തില്ല. പിന്നെ ഞാൻ മാക്സിമം പെട്ടെന്ന് സംസാരിക്കാൻ നോക്കാം. ഞാൻ സാധാരണ ഇങ്ങനെ എനിക്ക് സംസാരിച്ച് ഒരു കാര്യത്തിലെത്താതെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം റെഡിയാണ്. ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. പിന്നെ ഗൈസ്, അങ്ങനെ നമ്മൾ ആ ബൈക്കിൽ വന്നിരിക്കുന്ന ഓർഡർ ചെയ്യാൻ വന്നത്. അല്ല, അത് നോക്കിയത്
8 പീസ് ഇൻഫ്യൂസ്ഡ് ആണേ. പിന്നെ സ്പൈസി പിന്നെ ബണ്ണ് 3 ഇത് ഡിപ്പ് ഡൗട്ടാണ്. ഡിപ്പ് ഓരോന്നേ. ഗാർലിക് ഡിപ്പും സ്പൈസി ഡിപ്പ് രണ്ടും ഉണ്ടാവും. അതിൽ ഓരോന്ന് ഒരു ഗാർലിക് ഡിപ്പ് ഒരു സ്പൈസി ഡിപ്പ്. 8 പീസ് പോരാ. അല്ല അത് കുഴപ്പമില്ല, എൻ്റെ പേരൻസ് ആണ്. ഇത് ഫ്രൈസ് ഒരു ലാർജ്. വേറെ മാത്രം ഞാൻ ഓർഡർ ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. 8 ചിക്കൻ, 3 ബണ്ണ്, ഒരു ഗാർലിക് ഡിപ്പ്, ഒരു സ്പൈസി ഡിപ്പ്, ഒരു ഫ്രൈസ് ലാർജ്. ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണം? വേണം, വേണമെങ്കിൽ പറയാം. അയ്യോ ഇത്രയായി. ഇത് തൈ പീസാണല്ലോ കുറവുള്ള. ഭയങ്കര ചൂട് ഗൈസ്. അമ്മ നല്ല ചൂടുണ്ടല്ലേ. അങ്ങനെ ഗൈസ് അൽബൈ കഴിച്ചിട്ട് ഞാനിപ്പോൾ പിസ്സ മേടിക്കാൻ പോയി. പിസ്സ മേടിച്ചിട്ട് തിരിച്ച് നടക്കുക. അൽബൈ കൊള്ളായിരുന്നു, നല്ല ചൂടോടെ കിട്ടി. സംഭവം കൊള്ളാം. ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യത്തിൽ നോട്ട് സർപ്രൈസ്ഡ്. വലിയ സംഭവമൊന്നുമല്ല. സാധാ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു. ഇൻഫ്യൂസ്ഡിൻ്റെ അകത്ത് അവർ ബ്രോസ്റ്റഡിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലേവർ അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. മൈൽഡ് ഫ്ലേവർ. നമ്മളെ നൂഡിൽസ് പോലെ തോന്നി. നൂഡിൽസോ ഏതോ ബിങ്കോൻ്റെ ചിപ്സ് പോലെ തോന്നി. പക്ഷെ അല്ലാതെ കുഴപ്പമില്ല, കൊള്ളാം. അപ്പോൾ ഇതും കൊണ്ട് മോളോട് പോകണം. മോളോട് പോയിട്ട് ബാക്കി ഹൈപ്പർ മാർക്കറ്റിൽ ചെയ്യാം. ട്രോളി വരുവിൻ. അമ്മ പഠിക്കണണ്ടല്ലേ ഹയർ. ഈ പാട്ടിനിടയ്ക്ക് കേൾക്കുന്നത് അറിയത്തില്ല. പക്ഷേ പടുമാടെ കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയ ഇതാണ് അവസ്ഥ. അയ്യോ Roblox, hi guys.
ഡേഞ്ചറസ് ഗിഫ്റ്റിംഗ്. പാത്രം കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് പിടിക്കണം. ഓഹോ, ഇടിച്ചില്ല. കോഫി മേടിക്കുമ്പോൾ ഇത് മേടിക്കുക, ഡേവിഡ് ഓഫ് ഫൈൻ അറോമ. കിടില. അങ്ങനെ ഗൈസ് സാധനം മേടിച്ചു, തിരിച്ചു പോന്നു. ഇടയ്ക്ക് വെച്ച് വ്ളോഗ് നിർത്തി എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് കൂടി. അപ്പോൾ ഹലോ, ഫ്ലവർ ബാർ, പൂബാർ. അപ്പോൾ ഗൈസ് സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതായിരിക്കും വ്ളോഗിൻ്റെ എൻഡിങ്. സീ യു അഗൈൻ മറ്റൊരു വ്ളോഗുമായി. അതുവരെ സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്.